ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എനിക്കിന്ന് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട്. ആദ്യം തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്നറിയാം, നമ്മളെ സോയി മുട്ട ഇട്ടിട്ടാ. എനിക്ക് ഇവരെ രണ്ടാളെയും, ഒരാൾ കീക്കി ഒരാൾ സോയിയാണ്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇവർ ആണും പെണ്ണും ആണോന്നൊന്നും നമുക്കറിയില്ലേനു വാങ്ങുന്ന സമയത്ത്. ഏകദേശം ഒരു വർഷമായിട്ട് നമ്മൾ വാങ്ങിയിട്ട്. അങ്ങനെ ഈ കോക്കറ്റെയിലിൻ്റെ വീഡിയോസിലെല്ലാം കണ്ട് വിൻ്റർ സീസണിൽ ഇവർ മുട്ട ഇടുന്ന കണ്ടിട്ടേനു. അങ്ങനെ ഈ ഡിസംബർ ആയിരം നമ്മൾ ഉള്ളിൽ, നമ്മൾ വലിയ കൂടിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഇങ്ങനത്തെ ബോക്സ് വാങ്ങി വെച്ച് കൊടുത്തേന്. അപ്പോൾ ഇല്ലേ അവർ ഏകദേശം ഒരാഴ്ചൻ്റെ ഇടയിൽ 3 മുട്ട ഇട്ട് മാഷാ അല്ലാ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മൾ. കാര്യം നമ്മളൊരിക്കലും ഇവർ മുട്ട ഇടുന്നതെന്ന് അങ്ങനെ വിചാരിക്കുന്നില്ല, വെറുതെ കൂട് വാങ്ങി വെച്ച് കൊടുത്തേനു. നോക്കുമ്പോൾ ഒരു ദിവസം അവൾ ഫസ്റ്റ് മുട്ട എപ്പോൾ ഇട്ടിട്ടുണ്ടെന്നൊന്നും നമ്മൾ അറിയില്ല. ഒരു ദിവസം നോക്കുമ്പോൾ കൂട്ടിലൊരു മുട്ട കണ്ട്, പിന്നെ 2 ദിവസം കഴിഞ്ഞാലും പിന്നെ വേറൊരു മുട്ട ഇട്ട്. അതിൻ്റെ ഇടയിൽ ഭയങ്കര വലിയൊരു സംഭവം ഉണ്ടായിന് കേട്ടാ. ഇത് കണ്ട, നമ്മൾ സോയി ആന്നിട്ടാ, നമ്മൾ കൈമൽ വരാത്തതാണ് സോയി. കുറച്ച് കുരുത്തക്കേടുള്ള, നമ്മളായിട്ട് അങ്ങനെ മിങ്കിളാവാത്തതാണ് കേട്ടോ സോയി. നോക്കുമ്പോൾ അതുതന്നെയാണ് ഫീമെയിൽ. കാര്യം പെൺപക്ഷികൾ അങ്ങനെ പെട്ടെന്ന് മിങ്കിളാവില്ല. ആണാണ് ഭയങ്കര സൈലൻറ്റ് കൂളായിട്ടുണ്ടാവുക എന്ന് പറയും. കീക്കിയാണ് മെയിൽ കേട്ടാ, ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെയായിരുന്നു. അപ്പോൾ സോയി മുട്ടയിട്ട് അടയിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിത് വീഡിയോ എടുക്കാമോ എന്നൊന്നും അറിയില്ലേനു. പിന്നെ ഞാൻ വിചാരിച്ചെങ്കിലോട് ഷെയർ ആക്കാമെന്ന്. കാര്യം വാങ്ങുമ്പം എല്ലാം പറഞ്ഞല്ലേ. കൂട് വെച്ച് കൊടുത്താൽ ഇവർ മുട്ട ഇടുമെന്ന് പറഞ്ഞിട്ടാണ്. വീഡിയോസെല്ലാം നോക്കുമ്പോൾ അങ്ങനെ കണ്ട് അങ്ങനെ കൂട് വെച്ച് കൊടുത്ത് മുട്ട ഇട്ടതാണ്. പിന്നെ ഇപ്പോൾ മുട്ടയിൽ ഇട്ടുകൊണ്ട് നമ്മളിങ്ങനെ ഈ എന്താ പറയുക, ഒരു സ്റ്റിക്കുണ്ട്, കുറച്ച് കൂടുതൽ വിറ്റാമിൻസ് എല്ലാം ഉണ്ടാവും അതിലെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ സ്റ്റിക്ക് വാങ്ങി വെച്ച് കൊടുക്കലുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കില്ലേ ഒരു ദിവസം നമ്മൾ സോയിക്കില്ലേ 2 മുട്ട ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം നോക്കുമ്പോൾ രാവിലെ ഭയങ്കര ക്ഷീണം, മുട്ട കടയിരിക്കുന്നില്ല, അതിന് നിൽക്കാൻ പറ്റുന്നില്ല, അത് കാലുമേൽ നിൽക്കുന്നില്ല, ഒരേ ഇരിക്കൽ തന്നെ. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ക്ഷീണം കൂടി. അങ്ങനെ വൈകുന്നേരം ഒക്കെ അതിനെടുത്തിട്ട് നമുക്ക് വെറ്റിനറി ഹോസ്പിറ്റലിൽ എവിടെയാണെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് പെറ്റ് ഷോപ്പിൽ എന്നെ കൊണ്ടുപോയി കാണിച്ചു നോക്കാം, അതിനെന്തെങ്കിലും മെഡിസിൻ എങ്ങനെ ആടുന്ന് കിട്ടുമോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനെ ഒരു ബോക്സിലാക്കിയിട്ട്, മുട്ട എടുത്തിട്ടില്ല, സോയിനെ മാത്രം ഒരു ബോക്സിലാക്കിയിട്ട് കാറിൽ വെച്ചിട്ട് കൊണ്ടുപോയി. അങ്ങനെ പെറ്റ് ഷോപ്പിൻ്റെ അടുത്തെത്താൻ നോക്കുമ്പോൾ റോഡിലെ ഒരു ഗട്ടർ എങ്ങാനും കണ്ടിട്ട് ജസ്റ്റ് വണ്ടിൻ്റെ ഗ്ലാസ് താഴ്ത്തിയിട്ട് ഗട്ടർ നോക്കുന്ന ആ ഒരു ഗ്യാപ്പിലില്ലേ ആ ബോക്സ് തുറന്നിട്ട് സോയി പറന്നുപോയി. വണ്ടിയിൽ സോയി ഉള്ള ഓർമ്മിക്കാണ്ടേനു ഗ്ലാസ് തുറന്ന വണ്ടിൻ്റെ. അപ്പോൾ എന്നോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നമ്മൾ സോയി പോയി എന്ന് പറഞ്ഞ്. അങ്ങനെ ഇത് കേട്ടിട്ടാണ് ഇന്ന് ഭയങ്കര കരച്ചിൽ തുടങ്ങി. ഇന്നുവിൻ്റെ കരച്ചിൽ കണ്ടിട്ട് അങ്കും കരച്ചിലായി. കാര്യം നമുക്ക് അതിനോട് എത്രത്തോളം ഇഷ്ടമുണ്ട് നമുക്ക് അന്നേരാട്ടോ മനസ്സിലായ. ഇക്കാക്കാണെങ്കിൽ ഇക്കാൻ്റെ കൈമെന്ന് പറഞ്ഞു പോയല്ലോ. അന്നേരം പിന്നെ ഇക്ക പറഞ്ഞ് ഞാൻ തിരിച്ചെങ്ങനെയാണ് വീട്ടിൽ വരിക, ഇന്നുവിനെങ്ങനെയാണ് കാണുക, അവൾ ഭയങ്കര കരച്ചിലേനു. അങ്ങനെ ഇക്കനോട് ഞാൻ പറഞ്ഞു അതിന് സാരമില്ല മതി, സാരമില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് തിരിച്ച് വന്ന്. അവിടെ തന്നെ കുറേ ഫ്ലാറ്റിൻ്റെ മേലെ കയറിയിട്ട് മരത്തിൻ്റെ മേലെ എല്ലാം തപ്പീന് ആ സമയത്ത്. പക്ഷെ പക്ഷിയല്ലേ, നമുക്ക് എവിടെയെല്ലാം പാറിപ്പോന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ തിരിച്ച് വന്ന് എല്ലാവരും അന്ന് ഭയങ്കര വൈകുന്നേരം തൊട്ട് മഗ്‌രിബ് വരെയെല്ലാം ഭയങ്കര കരച്ചില്ലേനു കേട്ടോ. കാര്യം മുട്ടയിട്ട് നമുക്ക് അതിനോട് അത്ര ഇഷ്ടമായല്ലോ. മുട്ടയിട്ട് അത് വിരിയാൻ വേണ്ടി കാത്തിക്കുന്നില്ല, അടയിരിക്കുന്നില്ലേ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ തീരുമാനിച്ച് കീക്ക് മാത്രം ഇടയാവുമ്പോൾ നമുക്ക് സങ്കടമാവുമല്ലോ അതിനെ കാണുമ്പോൾ. ഒരു ഒറ്റപ്പെട്ട പോലെ ഉണ്ടായിരുന്നു, എന്താ പറയുക, ഒരു ഭയങ്കര വിഷമം അതിനെ മാത്രം കാണുമ്പോൾ. നമ്മൾ വിചാരിച്ച് ലാസ്റ്റ് ആ മുട്ടയും ഈ കീക്കിനെയും, അടയിരിക്കുന്ന പക്ഷി പോയല്ലോ, അപ്പം മുട്ട എന്തായാലും ചാടാ, പിന്നെ കീക്കിനെ പെറ്റ് ഷോപ്പിൽ തിരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തിരിച്ച് രാത്രിക്ക് ഒരു 10-11 മണിയാകുമ്പോൾ പെറ്റ് ഷോപ്പിലേക്ക് പോയി. നമ്മൾ അവരോട് പറഞ്ഞ്, അടുത്ത ആളോട് പറഞ്ഞ് നമ്മൾ സിക്കായിട്ടൊരു ബേർഡിനെ കൊണ്ടുവന്നതിനു. അത് പാറിപ്പോയി ഇവിടെ എത്തുന്നതിന് മുന്നേ. പിന്നെ അതിൻ്റെ മെയിലാണിത്, അതിൻ്റെ ആൺപക്ഷിയാണ്, ഇനി നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്ന ആ സമയത്ത് ആ ഷോപ്പിലാൾ പറഞ്ഞ് ഇവിടെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു ബംഗാളി ഒരു പക്ഷിനെ കൊണ്ട് തന്നിന്, സിക്കാണ് ആ പക്ഷിക്കും, ഇങ്ങളെയാണോ ഒന്ന് നോക്ക് എന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സോയി ആടെ ഉണ്ടേനു. നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട്, നമ്മൾ വിചാരിക്കാണ്ട് എന്താ പറയുക, നമ്മളൊരിക്കലും അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടില്ല. നോക്കുമ്പോൾ അത് വണ്ടിയിൽ നിന്ന് പാറിയിട്ട് നേരെ ഒരു ബംഗാളിൻ്റെ ഷോപ്പിൻ്റെ മുന്നിൽ പോയി നിന്നേരം ആ ബംഗാളി പിടിച്ചിട്ട്, ഈ പെറ്റ് ഷോപ്പിൻ്റെ അടുത്താണല്ലോ, ആ ഒരു സ്പോട്ടിൽ എത്താൻ നോക്കുമ്പോൾ അല്ലേ പാറിപ്പോയിന്. അപ്പോൾ പെറ്റ് ഷോപ്പിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചതാണ്.
അങ്ങനെ സംഭവം എന്ന് പറഞ്ഞാൽ അതിന് അസുഖമൊന്നും അല്ലേനു. മുട്ട ഇടാൻ വേണ്ടി നോക്കലേനു. 2 മുട്ട ഓൾറെഡി ഇട്ടിട്ട് 3ാമത്തെ മുട്ട ഇടാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മൾ പനി പിടിച്ചെങ്ങാനാന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാണ്ട് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതേനു. എന്നാൽ നമ്മൾക്ക് വിചാരിക്കാത്തൊരു ട്വിസ്റ്റായിപ്പോയി. നമ്മൾ രണ്ടിനെയും കൊടുക്കുക എന്താ പറയുക, 2ാമത്തേനെ ഒറ്റക്കാക്കണ്ടെന്ന് വിചാരിച്ച് തിരിച്ച് കൊടുക്കാൻ അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് മറ്റേനെ തിരിച്ച് കിട്ടി. ആ പെറ്റ് ഷോപ്പിലേക്ക് ഒന്നുകൂടി പോയതുകൊണ്ട് അങ്ങനെ അന്നത്തെ ദിവസം ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു കഥയേനു കേട്ടോ. എന്തായാലും തിരിച്ച് കിട്ടിയവരെ ഹാപ്പിയായി. പെറ്റ്സിനോടെല്ലാം ഇത്രത്തോളം ഇഷ്ടം എല്ലാവർക്കും ചത്തുപോയാലെല്ലാം വിഷമിക്കുന്ന എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടാ. അങ്ങനെ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ നാട്ടിൽ പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് അത് വിരിയുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ അടയിരിക്കുന്നതുകൊണ്ട് നമുക്ക് നാട്ടിൽ പോകുമ്പോൾ ഒരു ടെൻഷനുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും വിരിയോ അടയിരുന്നാൽ കുട്ടിക്ക് ഫുഡ് കൊടുക്കുമോ ഒന്നും അറിയില്ലല്ലോ വിരിഞ്ഞാൽ. എന്തായാലും ഏൽപ്പിക്കാൻ ഒരാളാക്കീന്. ആൾ ഫുഡും ഭക്ഷണവും എല്ലാം കറക്റ്റായിട്ട് കൊടുക്കും. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കലുണ്ട് കേട്ടോ. ഇപ്പോൾ അടയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞതിന് 18 ദിവസം തോന്നുന്നു എടുക്കുക വിരിയാൻ വേണ്ടിയിട്ട്. നമ്മൾ നാട്ടിൽ പോയിട്ട് 2 ആഴ്ച, ഇപ്പോൾ ഒരു 8-9 ദിവസം കൊണ്ട് നമ്മൾ തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഇതിപ്പോൾ കുറച്ച് സാധനങ്ങളോട് വാങ്ങാനുണ്ടായിട്ട് നമ്മൾ വന്നത്. ആ പിച്ചുവിനൊരു ബോൾ വേണേനും, പിന്നെ ആലുവിനൊരു ബാഗി ജീൻസ് എടുത്തിന്, പിന്നെ കുറച്ച് എന്തെല്ലോ സാധനങ്ങൾ. എപ്പോഴത്തെയും പോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നും ഇല്ല, എന്നാലും കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്. പിന്നെ ഉമ്മ കത്തിക്ക് പറഞ്ഞിനേനു, നിൻ്റെ കത്തി കൊണ്ടുവരണേന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കാര്യം ആദ്യമല്ല എൻ്റെ വർക്കിന്ന് വലിയ കത്തി ഉമ്മ യൂസാക്കൽ. പിന്നെ ഞാൻ കൊണ്ടുപോയിട്ട് ഈ ചെറിയ കത്തി അവർക്ക് വല്ലാണ്ട് ഇഷ്ടമായി. എന്നോട് ഇപ്പം കുറേ ആൾ ചോദിക്കലുണ്ട് ട്രാമോണ്ടിന എന്ന് പറഞ്ഞ ഈ ഒരു കത്തിയാണ് ഞാൻ യൂസാക്കൽ. നല്ല എന്താ പറയുക, കുറേ കാലം യൂസാക്കാൻ പറ്റലുണ്ട്. എൻ്റെ വീഡിയോയിൽ കണ്ടിട്ട് കുറേ ആൾ ചോദിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓൺലൈനിലെല്ലാം കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ വേറെ പക്ഷേ ഇതിപ്പോൾ ഞാൻ വേറെ ഇപ്പോൾ യൂസാക്കുന്നത്. പക്ഷെ ചെറുത് തന്നെ, എനിക്ക് വലിയതൊരിക്കലും സെറ്റാവില്ല. പിന്നെ 2 ബൗള് വാങ്ങിന്. പിന്നെ ഞാനൊരു ചെറിയ ഡിന്നർ സെറ്റെല്ലാം വാങ്ങിനിട്ടാ. അതിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതാ പേസ്റ്റ് ഉണ്ട്. ഇത് എന്തിനാണ് വാങ്ങിയതെന്ന് അറിയില്ല. നാട്ടിൽ പേസ്റ്റ് കിട്ടായിട്ടൊന്നുമല്ല, പക്ഷെങ്കിൽ ഒരു എപ്പോഴും പോകുന്ന ആ ഒരു എന്താ പറയുക, അങ്ങനെ തന്നെ അങ്ങ് വാങ്ങൽ. എന്തിനാന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല. പിന്നെ ഞാൻ എൻ്റെ പുരക്കിലെല്ലാവർക്കും ഈ പുക്കിൻ്റെ ക്രീമില്ലേ, പുക്കെന്നാണോ പക്കെന്നാണോ പറയാൻ നമുക്കറിയില്ല, അപ്പോൾ അതിഷ്ടമാണ്. പിന്നെ ഇപ്രാവശ്യം ഞാൻ ആ ബ്രാൻഡല്ല, ഞാൻ അൽമറായിൻ്റെ വാങ്ങി നോക്കി. ക്രീം ചീസിൻ്റെ സ്പ്രെഡാണ് കേട്ടോ. പക്ഷേ ഇത് പുഡിങ്ങിലെല്ലാം യൂസാക്കാമോ എന്ന് എന്നോട് ചോദിക്കലുണ്ട്. ഇത് പുഡിങ്ങിലൊന്നും യൂസാക്കാൻ പറ്റില്ല. ഇത് ജസ്റ്റ് സ്പ്രെഡല്ലേ, ബ്രെഡില്ല അങ്ങനെ സ്പ്രെഡ് ടോട്ടലിൽ ബ്രെഡിലെല്ലാം സ്പ്രെഡ് ചെയ്ത് വയ്ക്കുന്നതാണ് കേട്ടോ. ഇത് മറ്റേ ക്രീം ചീസല്ല, ഇത് ക്രീം ചീസിൻ്റെ അല്ലെങ്കിൽ ചെഡാർ ചീസിൻ്റെ സ്പ്രെഡാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരിക്കും പോവില്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ പറഞ്ഞിട്ടില്ലേ, ജസ്റ്റ് ഒരു 1-1.5 ദിവസം കൊണ്ട് നമ്മളെല്ലാ സാധനമെല്ലാം വാങ്ങി. പിന്നെ ഇത് കുഞ്ഞു കീസിലായതുകൊണ്ട് കുറേ സാധനം പോലെ തോന്നുന്നു. അത്ര കുറേ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പാക്കിംഗ് ആണ്. രാവിലെ എല്ലാം ഷോപ്പിങ്ങിന് പോയി, വൈകുന്നേരം പാക്കിങ്, രാത്രി 12 മണിക്ക് പോകൽ. അങ്ങനെ ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസേനു. അതിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയല്ലോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ എല്ലാം പാക്കിങ്ങും, പിന്നെ വീട് അങ്ങനെ വൃത്തിയാക്കി വെക്കാനൊന്നും ഇല്ലേനു. എല്ലാം ഒരുങ്ങിയിട്ട് തന്നെയാണ് ഉള്ളത്. വേറെ ഒതുക്കി വെക്കാനോ അങ്ങനെയൊന്നും ഇല്ലേനു. നമ്മൾ കുറച്ച് ദിവസത്തേക്ക് പോകുന്നതല്ലേ, അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് ഉമ്മാക്ക് വാങ്ങിയ നെയ്റ്റിയാണ്. പിന്നെ നമ്മൾ പോകുന്ന ചെറിയൊരു പ്ലാനിങ് ഉണ്ടേനു, പക്ഷെ നടക്കുമോ ഇല്ലയോ എന്ന് അറിയാത്തതുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല. കുറച്ച് മുന്നേ പോയ ഉമ്മാക്ക് 2-3 നെയ്റ്റ് വാങ്ങിയിട്ടുണ്ടായിന്. ഇത് അലക്കുമ്പോൾ ചുരുങ്ങി പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. കുറേ ആൾ ഇല്ല, ഇത് വല്ലാണ്ട് അങ്ങനെ ചുരുങ്ങുന്ന മെറ്റീരിയലല്ല, പക്ഷെ കുറച്ചൊന്നും എന്തായാലും ചുരുങ്ങുമല്ലോ ഏതായാലും, അത്രയേ ഉള്ളൂ കേട്ടോ. നല്ലതാണ്, നല്ല കംഫർട്ടബിളാണ്. നാട്ടിൽ ഭയങ്കര ചൂടല്ലേ, അന്നേരം ഇടാൻ നല്ല. പിന്നെ കുട്ടികളതും ഞാൻ എപ്പോഴും പോകുന്ന പോലെ നാട്ടിലേക്ക് കുറേ ദിവസം നിൽക്കാൻ പോകുന്ന പോലെ അങ്ങനെ കുറേയൊന്നും എടുക്കുന്നില്ല. ഒരു 5-6 വീട്ടിൽ നിന്നിടാനുള്ള ഡ്രസ്സും പിന്നെ നല്ല ഡ്രസ്സും. കല്യാണം ഉണ്ട് മെയിനായിട്ട്. നമുക്ക് 2 കല്യാണം ഉണ്ട്. ഇക്കാൻ്റെ 2 സിസ്റ്റേഴ്സിൻ്റെ മക്കളെ കല്യാണം ഉണ്ട് കേട്ടോ. 2ഉം വേറെ വേറെ ദിവസം തന്നെയാണ്, ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. ഇത് പിച്ചുവിന് ഞാൻ കുറച്ച് ട്രാക്ക് സ്യൂട്ട്സ് എല്ലാം വാങ്ങിയാന്ന് കേട്ടോ. ഇവിടെ ആകുമ്പോൾ നാട്ടിലേക്കാളും കുറച്ച് റേറ്റും കുറവാണ്, നല്ല മെറ്റീരിയലും ആണ് കേട്ടോ.
ആൺകുട്ടികളെല്ലാം ബോയ്സിൻ്റെ എല്ലാം ട്രാക്ക് സ്യൂട്ട്സ് എല്ലാം പിന്നെന്താ അങ്ങനെ കുറച്ച് ഡ്രസ്സും എല്ലാം ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കല. കുറേ പാക്കിംഗ് ഒന്നും ഇല്ല, എന്നാലും ഇന്നത്തെ ദിവസം എനിക്ക് എന്തോ ഒരു 5 സെക്കൻഡ് പോലും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. രാവിലെ തൊട്ടിട്ട് എന്താ പറയുക ഒരു 4 മണി 5 മണി തൊട്ടിട്ട് തന്നെ ഫുൾ പണിയേനു. പിന്നെ ഇല്ലേ എന്താ പറയുക വേറെ നമുക്ക് റൂം ഒരുക്കാനില്ല എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പോകുന്നതിൻ്റെ ഈ സാധനങ്ങൾ വാങ്ങേണ്ടിയും അതിൻ്റെ എല്ലാം എന്തെല്ലോ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സഞ്ചികളും സാധനങ്ങളും എല്ലാം. പിന്നെ കുറച്ച് പ്ലേറ്റും കാര്യങ്ങളെല്ലാം വാങ്ങിനേ. ഇതെല്ലാം ഞാനൊരു ഷോപ്പിൽ പോയാലും കുറച്ച് ഓഫർ കണ്ടിട്ട് 500 പൈസക്കെല്ലാം ഓഫർ കണ്ടിട്ടെല്ലാം വാങ്ങിയ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ. ഈ ട്രേക്കെല്ലാം 500 പൈസ മാത്രമേ ഉള്ളൂ. 500 പൈസ എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 100 സംതിങ്. നല്ല ഓഫറാണ് കേട്ടോ അത്. അല്ലാണ്ട് ആ പ്ലേറ്റിലെല്ലാം സാധാരണ ഇതിനേക്കാളും നല്ല ഡബിൾ റേറ്റ് ഉണ്ടാവലുണ്ട്. പിന്നെ ഒരു ഡിന്നർ സെറ്റ് എന്ന് പറയാൻ ഫുൾ സെറ്റായിട്ടല്ല, ഞാൻ സെപ്പറേറ്റ് വാങ്ങിയതാണ്. ഇങ്ങനത്തെ ഗോൾഡൻ കളർ ബോർഡർ വരുന്നതാണ് കേട്ടോ. ഇത് പണ്ടത്തെ ഒരു ഡിസൈനാണ്, പണ്ടുള്ള എൻ്റെ ഉമ്മാമാരുടെ സമയത്തുള്ള ഡിസൈനാണ് കേട്ടോ. പക്ഷെങ്കിൽ ഇതിപ്പോൾ അധികം ആൾ യൂസ് ആക്കുന്ന ആളുണ്ട് ഗോൾഡൻ കളറുള്ള ഇത്. ആടെ കുറേ അങ്ങനത്തെ കളക്ഷൻസും ഉണ്ടായിന്. പിന്നെ ഞാനത് രസമുണ്ട് നോക്കിയിട്ട്, ഡെയിലി യൂസ് ആക്കാനുള്ളതാണ് എൻ്റെ പുറക്ക്. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയതാണ്. പിന്നെ കുറച്ച് പുഡിങ് ബൗളില്ലേ, അതും ഇങ്ങനെ പാറ്റേണുള്ള തന്നെ വാങ്ങി. പിന്നെ ഇതുപോലെ സെർവിങ് ഐറ്റംസ് എല്ലാം അങ്ങനെ വാങ്ങി. ഒരു ചെറിയ ബാസ്ക്കറ്റ് കണ്ടുതരും, അത് വാങ്ങിന്. പിന്നെ ഇതാ ഈ ഒരു ബൗളും പണ്ടേ ഉള്ള ഡിസൈനാണ്, പക്ഷെങ്കിൽ രസമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ തന്നെ ഈ ഗോൾഡൻ കളറിലുള്ള ഡിന്നർ സെറ്റെല്ലാം വരുന്നുണ്ട്. ഞാൻ ഓരോരോ ആപ്ലിക്കേഷനിലെല്ലാം ഇങ്ങനെ കണ്ടിന്. പക്ഷെ ഒരു രസമുണ്ട്, പഴയ തന്നെയല്ലേ ഇപ്പം എല്ലാം മോഡലായിട്ടെല്ലാം കാണുന്നത്. അങ്ങനെ അതും ഭയങ്കര ചെറിയ റേറ്റ് തന്നെയുള്ളൂ കേട്ടോ ആ ബൗളിനും. പിന്നെ എന്താ പറയുക ജ്യൂസ് ഗ്ലാസ് വാങ്ങിന് 5-6 അതെല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകലുണ്ട് കേട്ടോ. എന്താന്ന് പറഞ്ഞാൽ നാട്ടിൽ പോയാലും നമ്മൾ ഇങ്ങനത്തെ ഷോപ്പിലെല്ലാം പോകൽ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങും. പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്തതാ ഇങ്ങനെയാണ് കേട്ടോ. ഗ്ലാസ് ഐറ്റംസ് ഒന്നും ഇതുവരെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് പൊട്ടിപ്പോയിട്ടില്ല. ഇത് പ്രൊഫഷണലി പാക്ക് ചെയ്യാമെന്നെങ്കിൽ ബബിൾ റാപ്പെല്ലാം വാങ്ങി കാർട്ടണിലാക്കിയിട്ടെല്ലാം കൊണ്ടുപോകാം. പക്ഷെ നമ്മളിങ്ങനെ ക്ലോത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോകല്. ഇതുവരെ ഒന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെ കൊണ്ടുപോകല്. അപ്പം എന്നോട് ഇതെല്ലാം വാങ്ങിയാൽ നിങ്ങൾ എങ്ങനെയാണ് അങ്ങ് കൊണ്ടുപോയില്ലെന്ന് ചോദിക്കുന്ന കുറേ ആളുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബബിൾ റാപ്പ് വാങ്ങാൻ കിട്ടും, എന്നിട്ട് കാർട്ടണിലാക്കി ബബിൾ റാപ്പിൽ സേഫ് ചെയ്ത് വെച്ച് കൊണ്ടുപോകാം. അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഇത് ഞാനൊരു കാസറോൾ വാങ്ങിയതാണ്. ഇതിൻ്റെ കളറ് നല്ല രസമില്ല കാണാൻ. അങ്ങനെ അത് വാങ്ങിന്. പിന്നെ ചെരുപ്പ് ഇത് ഇക്കാൻ്റെ ഉമ്മാക്കും എൻ്റെ ഉമ്മാക്കും എല്ലാം അങ്ങനെയുള്ള ചെരുപ്പെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങി. ഞാൻ എല്ലാം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് വേണ്ടിയാണ് പോകുന്നതെന്ന്. അതുകൊണ്ട് കുറച്ച് ഇതേപോലത്തെ പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഇന്നോനും ആലോനും അങ്കും എല്ലാം വേണ്ടി വാങ്ങിയതാണ്. ഇത് ഇന്നൂൻ്റെ ചെരുപ്പാണ് കേട്ടോ. ഇന്നൂന് ഇങ്ങനത്തെ ചെരുപ്പ് ആദ്യമായിട്ട് ഞാൻ വാങ്ങുന്നത്. പക്ഷെ നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ ശരിക്കും ഒരു കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് നാട്ടിൽ പോകുന്നത്. അതുകൊണ്ട് ചെരുപ്പൊന്നും വാങ്ങാൻ എന്തായാലും സമയം കിട്ടില്ല. പുറത്ത് പോകാനും ഒന്നും ഡ്രസ്സ് എടുക്കാൻ തന്നെ പോകണം. അതുകൊണ്ട് എന്തായാലും നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഫാൻസി ഐറ്റംസ് എല്ലാം ഞാൻ ഇവിടെ തന്നെയാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അങ്ങനെ ഏകദേശം ഒരു 10 മണി, രാത്രി 10 മണിയിലായിരം എൻ്റെ പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. പിന്നെ കുളിച്ച് ഫ്രഷ് ആയിട്ട് പോകാനുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് ഒരു 12 മണിക്ക് നമ്മൾക്ക് ഇവിടുന്ന് ഇറങ്ങണം. ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെക്കുന്നിട്ടാ. പിന്നെ ഇങ്ങനെ ടെൻഷൻ ഉണ്ടായിരുന്നു മനസ്സിൽ, എന്തെങ്കിലും മറന്നു പോവോ അങ്ങനെയെല്ലാം കുറേ ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ദിവസം എങ്ങനെയാണ് പോയിന്ന് നമുക്ക് തന്നെ ഓർമ്മ വരുന്നില്ല. പിന്നെ ഞാൻ ഫ്രോക്കിൻ്റെ ഒക്കെ എങ്ങാനും നാട്ടിൽ നിന്ന് പെയർ ചെയ്യേണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ പാൻറ്റില്ലേ, എന്താ പറയുക സോക്സ് അടക്കം വരുന്ന പാൻറ്റ്, അത് വാങ്ങിയേന്.
നല്ല നെറ്റുള്ളത്. കാര്യം തടിയുള്ളത് വാങ്ങിയാൽ നാട്ടിൽ ചൂടിന് എന്തായാലും ഇടാൻ പറ്റില്ല. അതുകൊണ്ട് നെറ്റ് ടൈപ്പായിട്ടാണ് വാങ്ങിയത്. ഇങ്ങനത്തെ കുറേ മെറ്റീരിയൽ ഉണ്ടാവും. അതുകൊണ്ട് നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഏറ്റവും നല്ല നെറ്റിൻ്റെ ഇതുപോലത്തെയാണ്. ഇടുന്നാകുമ്പോൾ നമുക്ക് തടിയുള്ള മെറ്റീരിയൽ തന്നെ യൂസ് ആക്കാം, പ്രശ്നമില്ല. പിന്നെ വൈറ്റ് കളർ ഐലൈനർ വാങ്ങിന്, അതും നല്ല രസമുണ്ടാവും, കല്യാണത്തിനെല്ലാം യൂസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അപ്പോൾ ഏകദേശം ഒരു 11:30 മണിയായി. 12 മണിക്കാണ് പോകേണ്ടത്. 11:30 മണിക്കാണ് നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ. പിന്നെ ലാസ്റ്റ് പാക്കിങ് കഴിഞ്ഞതിൻ്റെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് അടിച്ച് വാരിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ ഇതാ ഇറങ്ങാൻ വേണ്ടി പോയല്ല. ആലു ഓളെ കാക്ക ബേബിനെ എടുക്കാമെന്നെല്ലാം പറഞ്ഞതിന് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, നാട്ടിലോളെ ലപ്പടില്ലേ പണ്ടത്തെ, അത് നാട്ടിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കാക്ക ബേബിനെ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഓളവിടെ ഉറക്കി കിടത്തി എന്നിട്ട് ആ ബെഡിൽ. അങ്ങനെ ഇതാ നമ്മൾ ഇറങ്ങല. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ നമുക്ക് യാത്ര ചോദിക്കാൻ ഒരാളും കൂടി ഉണ്ടല്ലോ, 2 ആളും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട്, ഇവനിപ്പോൾ ഇത് വിരിയോ എപ്പോൾ വിരിയാന്നുള്ള കാര്യത്തിൽ നമുക്ക് സങ്കടമുണ്ട്. എന്നാലും സാരമില്ല, നോക്കാൻ ആളെ ആക്കിയോണ്ട് പ്രശ്നമില്ല. പിന്നെ ഒന്നാമത് നമ്മൾ വിചാരിച്ച നാട്ടിൽ പോകുന്ന ഒരു കണക്കിന് നല്ലതാണെന്ന്. കാര്യം ആലും എപ്പോഴും ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, അതിനെ അടയിരിക്കാൻ സമ്മതിക്കില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കൽ, മുട്ട പൊട്ടിയോ കുട്ടി വന്നോ എന്നല്ല ഇടയ്ക്കിടയ്ക്ക് നോക്കല. നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ, ഓൾ ചെയർ വെച്ചിട്ട് അതിൻ്റെ മുന്നിൽ അടയിരിക്കും. അതുകൊണ്ട് നമ്മൾ പോയാൽ അവർക്ക് സ്വസ്ഥമായിട്ട് അടയിരിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ ലാസ്റ്റ് പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ചെടിക്ക് വെള്ളം കൂടി നനച്ചു കൊടുത്തേനെ. വെള്ളം നനയ്ക്കാനും വല്ല ആളെ ഏൽപ്പിച്ചിന് കേട്ടോ. പക്ഷെങ്കിൽ വരുമ്പോഴത്തേക്ക് എന്തായാലും ചിലതെല്ലാം ഉണങ്ങും, അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ നമ്മൾ ഇറങ്ങി. നമ്മൾ ജസ്റ്റ് വണ്ടിയിൽ കയറാൻ നോക്കുമ്പോഴാണ് മെസ്സേജ് നോക്കി നിൽക്കുക. ട്രാവൽസിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ടായിന്, ഫ്ലൈറ്റ് ഏകദേശം ഒരു 6-7 മണിക്കൂർ ഡിലേ ആയി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും 6-7 മണിക്കൂറല്ല, 5-6 മണിക്കൂർ. ശരിക്കും നമ്മൾ എല്ലാം റെഡിയായി പാക്ക് ചെയ്ത് വണ്ടിയിൽ ലഗേജെല്ലാം കയറ്റി നമ്മൾ കയറുന്ന സമയത്താണ് നമ്മളത് കണ്ട്. ശരിക്കും നമുക്ക് വല്ലാത്ത ഷോക്കായിപ്പോയി. നമ്മൾ എക്സ്പ്രസ് ആണ് ടിക്കറ്റ് എടുത്ത്, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യുമോ റദ്ദാക്കുമോ ഒന്നും അറിയില്ല. ഡിലേ ആയി എന്ന് പറഞ്ഞേരം തന്നെ നമുക്ക് ഒരാശ്വാസം ഉണ്ടായിരുന്നു. ഭാഗ്യം തന്നെ ക്യാൻസൽ ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ 6 മണി ആയിരം മസ്കറ്റ് എത്തി. പക്ഷെങ്കിൽ കുറേ സമയം വെയിറ്റിംഗ് ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ 6 മണി തൊട്ട് 1 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഒരു 1-2 മണിക്കൂർ മുന്നേ കോളെല്ലാം ഉണ്ടാവും, ഗേറ്റെല്ലാം ഓപ്പൺ ആവും. എന്നാലും അത്രയും സമയം വെയിറ്റ് ചെയ്യണ്ടേ. അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ലോഞ്ചിൽ പോയി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. അങ്ങനെ നമ്മൾ അവിടെ ഇരിക്കലായി. നല്ല സൗകര്യമുണ്ട് ഇരിക്കാൻ, സോഫ ഉണ്ട്, കിടന്ന് ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. എന്നാലും ഇവരൊക്കെ ഇടങ്ങാറാക്കുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കുരുത്തക്കേടൊന്നും കളിക്കില്ല, പക്ഷെങ്കിൽ പോവാന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ വെയിറ്റിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്താക്കി, ഷൂ എല്ലാം ഊരി കൊടുത്തിട്ട് ക്രോക്സില്ലേ, ക്രോക്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനലല്ല, അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ഷൂ ഇല്ലേ, അതാണ് ഇട്ട് കൊടുത്തത്. കാര്യം കുറേ നേരം ഇരിക്കുമ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കണമല്ലോ. അതുകൊണ്ട് ഷൂവും ഷോക്സെല്ലാം ഞാൻ വരുമ്പോൾ ഊരി മാറ്റി കൊടുത്തേനെ. മണ്ണില്ല. One o'clock പോ. ഇപ്പൊ 7 o'clock ആയിട്ടില്ല. 1 o'clock, 7 o'clock കഴിഞ്ഞ് 12 o'clock ആയിട്ട് 1 o'clock ആണ്. 7 to 12 വരെ കൊണ്ടുപോയി, എന്നിട്ട് 1 വരെ കൊണ്ടുപോയി. ഫോർട്ടീൻ വരെയല്ലേ ഉണ്ടാ ക്ലോക്കിൽ, 12 വരെയല്ലേ ഉള്ളൂ. ആ
hours ഉണ്ട്. 6 hours ഇവിടെ ഇരിക്കണം. ഉറങ്ങിക്കോ വേണമെങ്കിൽ. അങ്ങനെ നമ്മൾ കുറേ സമയം ഇരുന്ന് വെറുതെ നടന്ന് മേലെയും തായെല്ലാം പോയി അങ്ങനെ. പക്ഷെ സമയം പെട്ടെന്ന് പോയിന് കേട്ടോ. കുറേ സമയം നമുക്കങ്ങനെ വിചാരിച്ച പോലെ അത്രയും എന്താ പറയുക നമുക്കങ്ങനെ മടുത്തിട്ടില്ല. വേഗം സമയം പോയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സ്നാക്കും മിഠായിയും എല്ലാം കൊണ്ടുവന്നിനു. അങ്ങനെ ബാഗ് ആക്കണ്ട, ബാഗ് ആക്കിയാലല്ലേ വീടിന് പൊന്തൂല, നല്ല വെയിറ്റാ. ബാപ്പച്ചി ഉറങ്ങുന്നു. ബാപ്പച്ചി ഉറങ്ങിക്കോട്ടെ, ബാപ്പച്ചി ടയേർഡായി. ലുലുവിന് ഉറങ്ങണ? ഉമ്മ താങ്ക് യു. പിന്നെ ഞാൻ ഈ എയർപോർട്ടിൽ നിന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിന് ഇൻസ്റ്റയിൽ. എന്നിട്ടും കുറേ ആൾ ചോദിച്ചിന് ക്യാൻസലായോ. എനിക്ക് എല്ലാത്തിനും റിപ്ലൈ ആക്കാൻ പറ്റിയിട്ടില്ല. കാര്യം എടുത്ത വൈഫൈ ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറേ സമയം ഫോണെല്ലാം നോക്കിയിരുന്ന് ഒരു റീൽ അപ്ലോഡാക്കി എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെയെല്ലാം ഞാൻ കുറേ നേരം കൂട്ടി. അങ്ങനെ നല്ല ചുങ്കുണ്ട്. എല്ലാം നല്ല ചുങ്കുണ്ട്. നമ്മൾ പോകുന്ന ദിവസം തന്നെ കണ്ണൂരാന്ന് തോന്നുന്നു കൂടുതൽ എക്സ്പ്രസ് റദ്ദാക്കുകയെല്ലാം ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്ന് 1-2 ഫ്ലൈറ്റ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മസ്കറ്റിലേക്കുള്ളത് അവിടുന്ന് വിട്ട് എന്ന് പറഞ്ഞേരം തന്നെ നമുക്ക് ആശ്വാസമായി. നമ്മൾ പോകേണ്ട ഫ്ലൈറ്റ് കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വിട്ട്, അപ്പോൾ തിരിച്ചെന്തായാലും അങ്ങോട്ടേക്ക് പോകുമല്ലോ. അന്നേരം ഒരാശ്വാസമായിട്ട് നമ്മൾ അതിങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടേനു. പിന്നെ കൊണ്ടുവന്ന സ്നാക്കെല്ലാം തിന്ന് തീർത്ത് അങ്ങനെയെല്ലാം തന്നെ അവിടെ ഇരുന്ന് നല്ല രസമുണ്ടായിരുന്നു. എന്നാലും വെയിറ്റിംഗ് ആണെങ്കിലും പക്ഷെങ്കിൽ നമുക്ക് നാട്ടിൽ നിന്നെല്ലാം ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായി, ഫ്ലൈറ്റ് വിട്ടാ വരുമോ, പിന്നെയും ഡിലേ ആയിനോന്നെല്ലാം. പക്ഷെ ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും സാരമില്ല, അവർ അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. 1 മണിക്ക് തന്നെ കറക്റ്റ് എല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് പാസ്സെല്ലാം കിട്ടി. അന്നേരം ഭയങ്കര ഒരു ആശ്വാസമായി. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോക്കാം. ആലുവെല്ലാം നല്ല ക്ഷീണം പിടിച്ച് ഉറങ്ങിയിട്ടാ. അൽഹംദുലില്ലാ നമ്മളിതാ കണ്ണൂരെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നാട്ടിലുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് വരാം. ഞാൻ ഉമ്മയും ഉപ്പയെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. ഇക്കാൻ്റെ വീട്ടിൽ നിന്നും വന്നിട്ടുണ്ടായിന്. അങ്ങനെ ആദ്യം ഇക്കാൻ്റെ വീട്ടിൽ പോയി, അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോയി. പിന്നെ ഭയങ്കര തിരക്കായി കല്യാണത്തിൻ്റെ എല്ലാം. ഇൻഷാ അല്ലാഹ് അടുത്തത് നമ്മളെ നാട്ടിലുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് പുതിയ വ്ലോഗിൽ കാണാം. താങ്ക് യു. ബൈ.